ഇന്ന് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഒരുമിച്ച് വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിച്ചല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിന് മേൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ ഒരു രോഗശക്തിക്കോ ഒരു രോഗത്തിനും എൻ്റെ മേൽ അവകാശമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരു കാലത്തും ഒരിക്കലും ഒരു ദോഷം വരത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവർത്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വചനം കേൾക്കുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും കൃപ ദൈവം തന്നല്ലോ. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പിൻ. ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു: ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളുക. 2 കാര്യമാണ് പറഞ്ഞേക്കുന്നത്. 1 പത്രോസ് ലേഖനം 3-ന്റെ 9-ലും 10-ലും പറയുന്നു: ദോഷത്തിന് പകരം ദോഷം ചെയ്യാൻ പോകരുത്, ശകാരത്തിന് പകരം ശകാരം ചെയ്യാൻ പോകരുത്. നിങ്ങളെപ്പറ്റി ബൈബിൾ ഒരു ബോധം തരികയാണ്. നാം അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവർ തന്നെയാണ്. നിങ്ങളുടെ വാഗ്ദത്തം അനുഗ്രഹമാണ്, ശാപമല്ല. നിങ്ങൾ എവിടെയാണെങ്കിലും ലോകത്തിൽ ഏത് ശപിക്കപ്പെട്ടെന്ന് ലോകം പറയുന്ന ഒരു സ്ഥലത്താണ്. ചിലർ പറയത്തില്ല ഈ സ്ഥലം ശപിക്കപ്പെട്ടതാണ്, ഈ സ്ഥലത്ത് ഒരിക്കലും ആരും നന്മ കാണത്തില്ല, ഇവിടെ വരുന്നവരെല്ലാം തകർന്നു പോകും, ഇവിടെ വരുന്നവരെല്ലാം ഉയർച്ച പ്രാപിക്കത്തില്ലെന്ന് നിങ്ങളെപ്പറ്റി ആരൊക്കെ പറഞ്ഞാലും നിങ്ങൾ പറയണമില്ല. ഞാൻ നിൽക്കുന്ന വീട്, ചിലപ്പോൾ നിങ്ങളുടെ വീടിനെപ്പറ്റി പലരും പറഞ്ഞേക്കാം, ഈ വീട് ഒരു അനുഗ്രഹമല്ല, ഇവിടെ വരുന്നവരാരും ഒരിക്കലും ഉയരത്തില്ല, ഇവിടെ വരുന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അത് ജോലി സ്ഥലത്തായിക്കോട്ടെ, കുടുംബജീവിതത്തിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, എവിടെ കേട്ടാലും നിങ്ങളും ഏറ്റുപറയരുത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, വ്യാജം പറയാതെ നിങ്ങളുടെ നാവിനെയും നിങ്ങളുടെ അധരങ്ങളെ അടക്കിയിട്ട് നിങ്ങൾ പറയേണ്ടത് അനുഗ്രഹം അനുഭവിക്കാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ സാഹചര്യം വളരെ വളരെ മോശമായിരിക്കാം, സിറ്റുവേഷൻ വളരെ ബാഡായിരിക്കാം, പക്ഷേ ബൈബിൾ പറയുന്നു, ബൈബിൾ എന്തു പറയുന്നു അതാണ് വിശ്വാസം. അതേ നടക്കാൻ പോകുന്നുള്ളൂ, അതേ സംഭവിക്കുകയുള്ളൂ. വചനം പറയുന്നു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ വചനം എന്തു പറയുന്നു അത് നിങ്ങളുടെ ലൈഫിൽ കാണുക തന്നെ ചെയ്യും. വചനത്തിൽ എന്തു നൽകപ്പെട്ടിരിക്കുന്നു അതേ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയണം, ഞാനൊരു അനുഗ്രഹമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞാലേ ഇത് സംഭവിക്കത്തുള്ളൂ എന്ന് ചോദിക്കുന്നത്? വചനത്തെ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം വാക്യം വായിക്കുമ്പോൾ വചനം ഒരു വിത്താണ്. നമുക്കറിയാം വിത്തിൻ്റെ പ്രത്യേകത, വിത്ത് ഒരിക്കലും നമുക്ക് അത് പാകം ചെയ്യണമെങ്കിൽ, നമുക്കത് ആഹാരമായി വിത്ത് മാറണമെങ്കിൽ അത് നമുക്ക് കുക്ക് ചെയ്യണം, അല്ലേ? നമുക്ക് ആഹാരത്തിന് വേണ്ടി അത് വേവിക്കുകയോ മറ്റു രീതിയിലേക്ക് അതിനെ രൂപമാറ്റം സംഭവിക്കും, അഥവാ അതിനെ കുക്ക് ചെയ്യണം. അപ്പോൾ വിത്ത് ഒരിക്കലും വിത്തായി നമുക്ക് ഭക്ഷിക്കാൻ കഴിയത്തില്ല. വിത്തിനെ നമ്മൾ മറ്റൊന്നിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇനി അത് കൃഷിയായിട്ട് വരണമെങ്കിലോ അതിൽ നിന്ന് ഫലം ഉണ്ടാകണമെങ്കിലോ ആ വിത്ത് കൈ പിടിച്ചുകൊണ്ട് കാര്യമില്ല. വചനം പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിലോ അത് ഫലം കായ്ക്കത്തില്ല, അത് ഗുണമില്ല. ഇതേപോലെ വിത്ത് മണ്ണിലിടണം. അപ്പോൾ വചനം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിത്ത് പോലെയാണ്. ഈ വിത്ത് മുളപ്പിക്കണം, അല്ലെങ്കിൽ ഇതിനെ കുക്ക് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ അകത്ത്, നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് അതിന് അനുഗ്രഹമായി മാറണം. അപ്പോൾ ഈ വചനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നാവിലൂടെ, സാഹചര്യം പറയുന്നു, ഈ വീട്, ഈ ജോലി സ്ഥലം, ഈ സ്ഥലം, ഈ രാജ്യം, ഇതെല്ലാം നിങ്ങൾക്ക് വിരോധമാണ്. ചിലപ്പോൾ ചിലർ പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന രാജ്യം വളരെ വളരെ എനിക്ക് വിരോധമാണ്, എനിക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. പ്രിയരെ, അവിടെ നിന്നുകൊണ്ട് പറയാൻ പറ്റുമോ? എല്ലാ ദിവസവും ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട ആളാണ്. അത് എവിടെയാണെങ്കിലും, ഏത് രാജ്യത്തും, ഏത് ഭവനത്തിലും, ഏത് കുടുംബത്തിലും, ഏത് സ്ഥലത്തും എന്നെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാൻ, എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാൻ, എന്നെ വിളിച്ചിരിക്കുന്നത് ഇതിന് വേണ്ടിയാണ്. ഈ ബോധത്തിൽ നിങ്ങളുടെ അകത്ത് വാഴട്ടെ, ഈ ബോധം നിങ്ങളിൽ നിറയട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പോൾ കർത്താവ് രോഗം അനുഭവിക്കാനല്ല, ശാപം അനുഭവിക്കാനല്ല, കഷ്ടത അനുഭവിക്കാനല്ല, ദാരിദ്ര്യം അനുഭവിക്കാനല്ല, അനുഗ്രഹം അനുഭവിക്കാനാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതിന് വിരോധമായി ചലിക്കുന്ന ചലനങ്ങളെ ആത്മാവിൽ വെട്ടിമാറ്റുന്നു, പൈശാചിക നുഖങ്ങളെ ആത്മാവിൽ വെട്ടിമാറ്റുന്നു, എല്ലാ പിശാചിൻ്റെ ഇഷ്ടങ്ങളെയും ഞങ്ങൾ തകർത്ത് കളയുന്നു, അവൻ്റെ ആശകളെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു, ദുഷ്ടപിശാചിൻ്റെ എല്ലാ പ്ലാനുകളെയും ഞങ്ങൾ തകർത്തു കളയുന്നു. നന്മ കൊണ്ട് സ്വർഗമേ അങ്ങ് നിറയ്ക്കുന്നല്ലോ. ഉയർച്ച തന്നെ ഞങ്ങൾ പ്രാപിക്കത്തുള്ളൂ. ഞങ്ങൾ താഴ്ച ഒരിക്കലും പ്രാപിക്കത്തില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ കാണുക തന്നെ ചെയ്യും.
ഞങ്ങൾ നശിക്കത്തില്ല, ഞങ്ങൾ നശിച്ചു പോകുകയില്ല, നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങളെ പിന്തുടരും എന്നുള്ളത് കർത്താവ് പറയുന്നത്. കല്യാണി എന്ന് വിളിക്കുന്ന ഒരു മാതാവിൻ്റെ ഭവനം, അതിൻ്റെ അകത്തൊരു സ്ഥല സംബന്ധമായിട്ട് തലമുറകൾ തമ്മിലുള്ള ഐക്യതയില്ലായ്മയുടെ മേൽ ഭാരപ്പെട്ടിരിക്കുക. പലപ്പോഴും പ്രാർത്ഥിച്ചും മാറാതെ നിൽക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലോറൻസ് എന്ന് പറയുന്ന പിതാവിൻ്റെ പെൺതലമുറയെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോവാണ്. അല്ല, പാതി വഴിയിൽ മുറിഞ്ഞു കിടക്കുക, എപ്പോഴും കരയുന്നൊരു ഭവനമാണത്. ഇന്ന് അതിൻ്റെ നിന്ന ദൈവം മാറ്റാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളിപ്പോൾ തന്നെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ സരോജിനി എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൻ്റെ അകത്ത് ഞാനൊരു കയറി വരുമ്പോൾ തന്നെ ഒരു പിതാവിൻ്റെ ചിത്രം ആ ഭവനത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ആ ഭവനത്തിൽ നാരായണൻ എന്ന് പറയുന്നൊരു വ്യക്തിയുമായിട്ട് ആ ഭവനത്തിന് ബന്ധമുണ്ട്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാളുകളായി നിൽക്കുന്ന വലിയൊരു കുരുക്ക് ഇന്ന് അവിടെ അഴിയാൻ വേണ്ടി പോയി. യേശുവിൻ്റെ നാമത്തിൽ തലമുറകളുടെ മേൽ രോഗമിട്ട് തകർച്ചയിട്ട് കുടുംബജീവിതത്തിൻ്റെ അകത്ത് വിള്ളലുകൾ ഇട്ടിരിക്കുന്ന വിഷയത്തെ ഇന്ന് തകർത്ത് കളയുന്നു. നന്മയുണ്ടാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പോൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികളാൽ ഭാരപ്പെടുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, യേശു ക്രൂശിൽ രോഗം വഹിച്ചോട്ടെ. നമ്മൾ വഹിക്കേണ്ട കാര്യമില്ല. കർത്താവ് വേദന ചുമണ്ടത് കേട്ടോ, നമ്മൾ വഹിക്കേണ്ട കാര്യമില്ല. യേശുവിൻ്റെ അടിപ്പണകളാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞോട്ടെ. സ്വന്തം ശരീരത്തിൽ വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ വിത്ത് വിതറിയാട്ടെ. യേശുവിൻ്റെ രോഗത്തെ വഹിച്ച് ഒരു രോഗത്തിനും എൻ്റെ മേൽ അവകാശമില്ല. ദിവ്യാരോഗ്യം, ദീർഘായുസ്സും എൻ്റെ അവകാശം, നന്മ എൻ്റെ അവകാശം. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. കർത്താവ് തൊട്ടിരിക്കുന്നു. അനേകർക്ക് ഇത് അയച്ചു കൊടുക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.